ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് എൻ്റെ വയസ്സ്, മൈ ഏജ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഞാൻ വയസ്സാകുന്നു. അപ്പം വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വയസ്സായിക്കൊണ്ടിരിക്കുക. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ വയസ്സാകുന്നു, ഐ ആം ഗ്രോയിങ് ഓൾഡർ. ഞാൻ വയസ്സാകുന്നു, ഐ ആം ഗ്രോയിങ് ഓൾഡർ. അപ്പം നമുക്ക് ഇതെങ്ങനെ നമ്മൾ എഴുതി നമുക്ക് നോക്കാം. അപ്പം നോർമലി ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും എഴുതുന്നത്. അപ്പം നമ്മൾ ഇവിടെ നോക്കണം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഇവിടെ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഐയുടെ കൂടെ എന്താ നമ്മൾ യൂസ് ചെയ്യുക? സാധാരണ ഐയുടെ കൂടെ നമുക്ക് ഒരിക്കലും ഈസ് ആർ എഴുതാൻ പറ്റില്ല. അപ്പം നമുക്ക് ഐയുടെ കൂടെ ആമേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കണേ സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐ ആണ് നമ്മളിവിടെ ഈ ആം ഈസ് ആർ എഴുതി നമ്മൾ ആം സെലക്ട് ചെയ്തു. അപ്പോൾ ആം എഴുതി, ഐ ആം. പിന്നെ നമ്മൾ നോക്കേണ്ട വെർബ് എന്താ? ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ ഗ്രോ ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ഗ്രോയുടെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? പ്ലസ് ING ഫോം. അപ്പോൾ നമ്മൾ ഗ്രോയുടെ കൂടെ പ്ലസ് ING ഫോം ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് കിട്ടിയ? ഐ ആം ഗ്രോയിങ് ഓൾഡർ. ഞാൻ വയസ്സാകുന്നു. അപ്പം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയാണ്? ഞാൻ വയസ്സാകുന്നു, ഐ ആം ഗ്രോയിങ് ഓൾഡർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. ഇത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറയാണ് എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. അപ്പോൾ അതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ്? എനിക്കെന്ന് വെച്ചാൽ എന്താ? വളരെ എന്ന് വെച്ചാൽ വെരി, ദുഃഖം സാഡ്, തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽ. അപ്പം എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു, ഐ ഫീൽ വെരി സാഡ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതി നമുക്ക് നോക്കാം ഇനി. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ES ആഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാമെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ. അപ്പം നമ്മൾ നേരത്തെ ചില സെൻറ്റൻസുകൾ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ? ഐ ഫീൽ വെരി സാഡ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സബ്ജക്റ്റ് എന്താ? ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ ഫീൽ. ഐ ഫീൽ വെരി സാഡ്. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ES ആഡ് ചെയ്യുന്നില്ല. വെർബിൻ്റെ കൂടെ, വെർബ് എന്ന് പറഞ്ഞാൽ ഫീലിൻ്റെ കൂടെ എസ് ഓ ES നമ്മൾ ആഡ് ചെയ്യാതാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യാഞ്ഞത്? കാര്യം നമ്മൾ നേരത്തെയൊക്കെ ടോപ്പിക്സിൽ എസ് ഓർ ES ആഡ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് പറയുമ്പം നമുക്ക് രണ്ട് ടൈപ്പിൽ എഴുതാം. ഒരെണ്ണം സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ എസ് ഓർ ES ആഡ് ചെയ്തിട്ട് എഴുതാം. അതെവിടേക്ക് ആഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഹീ ഇറ്റ് അല്ലെങ്കിൽ ഒരു പേര് ഇങ്ങനെയൊക്കെയുള്ള തേർഡ് പേഴ്സൺ ആണെങ്കിൽ, അപ്പം ഹീ അവൻ, ഷീ അവൾ, ഇറ്റ് പിന്നെ നെയിം, ഇതൊക്കെ ഒരു തേർഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ES ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് എഴുതാം. അപ്പോൾ പക്ഷെ നമ്മൾ ഇവിടെ എന്താ എഴുതാഞ്ഞത്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഐ ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കാം. അപ്പം ഐ ആണ് ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണാൻ ക്ലിയർ ആയിട്ട് ഐ ഒ യു വി ദേ. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് പേഴ്സൺ ആണ്. യു ആണെങ്കിൽ ഇപ്പോൾ ഐയും വിയും ഒക്കെ ഫസ്റ്റ് പേഴ്സൺ ആണ്. യു ദേ ഇതൊക്കെ സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ ഈ വെർബിൻ്റെ കൂടെ എസ് ഓർ ES നമ്മൾ ആഡ് ചെയ്യണില്ല. ഈ എസ് ഓർ ES ഇത് നമ്മൾ ആഡ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഫീൽ വെരി സാഡ്. കാര്യം ഇത് ഐ ആണ് സബ്ജക്റ്റ്. ഐ സബ്ജക്റ്റ് വന്നാലും യുവോ വിയോ ദേയോ ഇത് സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സൺസൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എസ് ഓർ ES ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഐ ഫീൽ വെരി സാഡ് എന്ന് എഴുതിയത്. ഇപ്പോൾ ഇതിന് പകരം ഹീ ആയിരുന്നെങ്കിൽ ഹീ ഷീ ഇറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ഓർ ES ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം. കാര്യം എന്താ? ഹീയും ഷീയും ഇറ്റൊക്കെ തേർഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഐയും യു ഒക്കെ, ഐ ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, അതുപോലെ വി ആണെങ്കിൽ ഫസ്റ്റ്, ദേ ആണെങ്കിൽ സെക്കൻഡ് പേഴ്സൺസ്. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സബ്ജക്റ്റ് നോക്കുക ഏതാണെന്ന്. ഇപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് നോക്കുക. ഐ ആണോ അല്ലെങ്കിൽ ഹീ ആണോ ഷീ ആണോ ഇറ്റ് ആണോ വി ആണോ ദേ ആണോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എസ് ഓർ ES ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് നോക്കിയിട്ട് എഴുതാം.
ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ, എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു, ഐ ഫീൽ വെരി സാഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ്, എൻ്റെ വയസ്സ് ദിവസവും കൂടുന്നു. ഇത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ സംഭവമാണ്. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാം? അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എൻ്റെ വയസ്സ് ദിവസവും കൂടുന്നു. എൻ്റെ എന്ന് വെച്ചാൽ മൈ, വയസ്സ് ഏജ്, ദിവസവും ഡെയിലി, കൂടുക എന്ന് വെച്ചാൽ എന്താ, ഇൻക്രീസ്. അപ്പം നമ്മൾ എങ്ങനെ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ എഴുതാൻ നോക്കാം. മൈ ഏജ് ഇൻക്രീസസ് ഡെയിലി. എൻ്റെ വയസ്സ് ദിവസവും കൂടുന്നു. മൈ ഏജ് ഇൻക്രീസസ് ഡെയിലി. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതിയത്? ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ കാര്യം എന്താ? കാര്യം ഇവിടുത്തെ സബ്ജക്റ്റ് നമ്മൾ നോക്കുക എന്താണെന്ന്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഇവിടുത്തെ സബ്ജക്റ്റ് മൈ ഏജ് ആണ് സബ്ജക്റ്റ്. വെർബാണെങ്കിൽ ഇൻക്രീസ് ആണ് വെർബ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് വെർബിൻ്റെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് മൈ ഏജ് ആണ്. അപ്പോൾ ഈ മൈ ഏജ് എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺസിൻ്റെ, നമ്മൾ പഠിച്ചു ഹീ ഷീ ഇറ്റ് ഒരു പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു തേർഡ് പേഴ്സണായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ മൈ ഏജ്, അപ്പോൾ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എൻ്റെ ഏജ്, വയസ്സിനെയാണ്. അപ്പോൾ നമുക്കിവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതിയത്? മൈ ഏജ് ഇൻക്രീസസ്. അപ്പോൾ ഇൻക്രീസിൻ്റെ കൂടെ നമ്മൾ ഒരു എസ് ആഡ് ചെയ്തു, ഇൻക്രീസസ്. അപ്പോൾ ഡെയിലി, മൈ ഏജ് ഇൻക്രീസസ് ഡെയിലി. കാര്യം എന്താ, ഇവിടെ സബ്ജക്റ്റ് മൈ ഏജ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓൾറെഡി പറഞ്ഞു ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ മൈ ഏജ്, ഇതൊക്കെ ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. അപ്പോൾ തേർഡ് പോയിന്റ് നമ്മൾ എന്താ പഠിച്ചത്? എൻ്റെ വയസ്സ് ദിവസവും കൂടുന്നു, മൈ ഏജ് ഇൻക്രീസസ് ഡെയിലി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഫോർത്ത് പോയിന്റ്, സമയം വളരെ വേഗം പോകുന്നു. ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് പറയണത്. ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. സമയം ടൈം, വളരെ വെരി, വേഗം ഫാസ്റ്റ്, പോകുക എന്ന് വെച്ചാൽ എന്താ, ഗോ. അപ്പോൾ സമയം വളരെ വേഗം പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം ഗോസ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? ടൈം ഗോസ് വെരി ഫാസ്റ്റ്. സമയം വളരെ വേഗം പോകുന്നു, ടൈം ഗോസ് വെരി ഫാസ്റ്റ്. അപ്പം നമുക്കറിയാം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ പോയിന്റിൽ പഠിച്ചായിരുന്നു, ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഒരു ഫോം, നമുക്ക് ആ ഒരു ഫോം അറിയാമല്ലോ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ്, നമ്മൾ സബ്ജക്റ്റ് വെച്ചിട്ട് നോക്കണം എക്സ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇത് എഴുതാം. നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ് സബ്ജക്റ്റ്, വെർബ് എന്ന് പറഞ്ഞാൽ ഗോ, പ്ലസ് എസ് ഓർ ഇ എസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഗോയുടെ കൂടെ നമ്മളിവിടെ ഇ എസ് ആഡ് ചെയ്തു, അപ്പം ഗോസ് ആയി. അപ്പോൾ ടൈം ഗോസ് വെരി ഫാസ്റ്റ്. അപ്പം ഇങ്ങനെ സമയം വളരെ വേഗം പോകുന്നു, ടൈം ഗോസ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും എഴുതാം ചെയ്യാതെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആഡ് ചെയ്തു. കാര്യം ഇവിടുത്തെ നമ്മൾ സബ്ജക്റ്റ് നോക്കണം, സബ്ജക്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇ എസ് ആഡ് ചെയ്ത്. ഇ എസ് അല്ലെങ്കിൽ എസ് നമുക്ക് ആഡ് ചെയ്യാം. കാര്യം സബ്ജക്റ്റ് എന്താ, ടൈം. ഇപ്പോൾ ഈ സബ്ജക്റ്റിന് പകരം ടൈമിന് പകരം ഹീ ഷീ ഏജ് ഇങ്ങനെയൊക്കെ വന്നാലും നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. കാര്യം എന്താ, ഈ സബ്ജക്റ്റ് ഒരു തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിന് പകരം, ഈ ടൈമിന് പകരം അല്ലെങ്കിൽ ഹീ ഓർ ഷീയോ ഇറ്റിനൊക്കെ പകരം ഇപ്പം ഐ വി ദേ ഒക്കെ വരുമായിരുന്നെങ്കിൽ നമുക്കിവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ പോയിന്റിൽ പഠിച്ചതാണ്. അപ്പോൾ ഇപ്പം ഇത് മനസ്സിലായല്ലോ, സമയം വളരെ വേഗം പോകുന്നു. അപ്പോൾ ടൈം ഗോസ് വെരി ഫാസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഫിഫ്ത്ത് പോയിന്റ്, എൻ്റെ ബാല്യം പോകുകയാണ്. അപ്പോൾ ഇതൊരു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ബാല്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ മൈ ബാല്യം ചൈൽഡ്ഹുഡ്, എൻ്റെ ബാല്യം മൈ ചൈൽഡ്ഹുഡ്. പോകുകയുടെ ഇംഗ്ലീഷ് വരുന്നത് ഗോ. അപ്പം എൻ്റെ ബാല്യം പോവുകയാണ്, മൈ ചൈൽഡ്ഹുഡ് ഈസ് ഗോയിങ്. എൻ്റെ ബാല്യം പോകുകയാണ്, മൈ ചൈൽഡ്ഹുഡ് ഈസ് ഗോയിങ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമ്മൾ ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് ഈ സെൻറ്റൻസ് എഴുതിയത്. അപ്പം ഇങ്ങനെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ
പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തു നമ്മളിവിടെ. അപ്പോൾ നമ്മൾ നോക്കണം ഇവിടെ സബ്ജക്റ്റ് എന്താ. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മൈ ചൈൽഡ്ഹുഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ മൈ ചൈൽഡ്ഹുഡ് സബ്ജക്റ്റാണ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ. വെർബ് എന്ന് പറയുന്നത് ഗോ ആണ് ഇവിടുത്തെ വെർബ് ഗോ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് ഈസ് എഴുതണോ ആം ഇവിടെ എഴുതണോ ആർ എഴുതണോ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യേണ്ടത്. ഈസ് ആണോ ആം ആണോ ആറാണോ എഴുതേണ്ടത് നമ്മൾ നോക്കണം. സബ്ജക്റ്റ് എന്താ മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത് നോക്കണം. അപ്പം നമ്മളിവിടെ എന്താ ഈസ് യൂസ് ചെയ്തത്. കാര്യം ഇവിടുത്തെ സബ്ജക്റ്റ് നമ്മൾ നോക്കണം. ഈസ് എന്താ നമ്മൾ യൂസ് ചെയ്തത്. കാര്യം മൈ ചൈൽഡ്ഹുഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമുക്ക് എവിടെയൊക്കെ ഈസ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ പോയിൻറ്റ്സിൽ. അപ്പം ഇവിടെ ഈസ് യൂസ് ചെയ്യേണ്ട എവിടേക്കാണെന്ന് ഞാൻ പറയാം. ഹീ ഷീ ഇറ്റ് ഇങ്ങനെയുള്ള ഹീ. ഇപ്പോൾ ഇവിടെ ഹീ വന്നാലും നമുക്കിവിടെ ഈസ് യൂസ് ചെയ്യാമായിരുന്നു. ഷീ വന്നാലും ഈസ് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു സിംഗുലാർ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഈ മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തു. അപ്പം ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ളൊരു മൈ ഏജ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈസ് യൂസ് ചെയ്ത്. ഇപ്പം നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക സിംഗുലാർ സബ്ജക്ട്സ്. എന്ത് സിംഗുലാർ സബ്ജക്ട്സും ഹീ ഷീ ഇറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആം എവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ സബ്ജക്റ്റ് മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ഈസ് യൂസ് ചെയ്തു. അപ്പം ആം എവിടേക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ആം എന്ന് പറഞ്ഞപ്പോൾ ഐ. ഇപ്പോൾ ഇവിടെ ഐ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആം യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഐ അല്ല സബ്ജക്റ്റ് നോക്കണം എന്താണെന്ന്. അപ്പോൾ ഐ ആയിരുന്നെങ്കിൽ ആം യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആം യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർ. ഈ ആർ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആർ എന്ന് പറഞ്ഞാൽ യു വി ദേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് യുഒ വിഒ ദേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആർ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സബ്ജക്റ്റിൽ മൈ ചൈൽഡ്ഹുഡ് ആണ്. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തത്. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കും. ഞാൻ ഓൾറെഡി നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബാല്യം പോകുകയാണ്. മൈ ചൈൽഡ്ഹുഡ് ഈസ് ഗോയിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 6th പോയിൻ്റ് എന്താ. എൻ്റെ ബാല്യം എനിക്ക് വിലപ്പെട്ടതായിരുന്നു. അപ്പോൾ ആയിരുന്നു എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം. എൻ്റെ ബാല്യം മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ബാല്യം ചൈൽഡ്ഹുഡ് എനിക്ക് വിലപ്പെട്ടതായിരുന്നു. വിലപ്പെടുക എന്ന് വെച്ചാൽ വിലപ്പെട്ടതെന്ന് വെച്ചാൽ എന്താ പ്രീഷ്യസ്. അപ്പം എനിക്കെന്ന് പറയുമ്പോൾ ടു മീ. അപ്പം എൻ്റെ ബാല്യം എനിക്ക് വിലപ്പെട്ടതായിരുന്നു. മൈ ചൈൽഡ്ഹുഡ് വാസ് പ്രീഷ്യസ് ടു മീ. അപ്പം മൈ ചൈൽഡ്ഹുഡ് വാസ് പ്രീഷ്യസ് ടു മീ. എൻ്റെ ബാല്യം എനിക്ക് വിലപ്പെട്ടതായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയത്. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ മൈ ചൈൽഡ്ഹുഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇതിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ടെൻസ് എന്തായിരുന്നു. നമ്മൾ വാസാണ് എഴുതിയിരിക്കണേ പാസ്റ്റ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്തിട്ട്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഈസ് ആയിരുന്നു. അപ്പോൾ ഈസിനെ നമ്മൾ വാസ് ആക്കി. കാര്യം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് എഴുതേണ്ടത്. അപ്പം ഇങ്ങനൊരു സെൻറ്റൻസ് നമുക്ക് കിട്ടി. മൈ ചൈൽഡ്ഹുഡ് വാസ് പ്രീഷ്യസ് ടു മീ. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്. എൻ്റെ ബാല്യം എനിക്ക് വിലപ്പെട്ടതായിരുന്നു. മൈ ചൈൽഡ്ഹുഡ് വാസ് പ്രീഷ്യസ് ടു മീ. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 7th പോയിൻ്റ് ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ആയിരുന്നു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ വളരെ എന്ന് പറഞ്ഞാൽ വെരി. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ ഹാപ്പി. അപ്പം ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലായിട്ടാണ് നമ്മൾ എഴുതാൻ പോണത്. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. അപ്പം ഇതും നമ്മൾ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ് നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരുന്നു. അപ്പം ഇതും സെയിം അങ്ങനെ തന്നെ നമ്മൾ എഴുതേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എഴുതിയത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇവിടെ സബ്ജക്റ്റ് പ്ലസ് എന്താ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇപ്പോൾ ഇവിടെ എന്താ വാസ് എഴുതിയ. വാസിൻ്റെ പ്രസൻറ്റ് ടെൻസ് എന്താ ഈസ്. അപ്പം ഈസിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി വാസ് എഴുതി. അപ്പം ഐ വാസ്. കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 8th പോയിൻ്റ് ജീവിതം വളരെ ലളിതമാണ്.
അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഒരു ജനറൽ ട്രൂത്ത്, ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് പറയണത്. പിന്നെ കാര്യം ജീവിതം വളരെ സിമ്പിളാണ്. അപ്പം ഒരു ജനറൽ ഫാക്റ്റാണ് പറയണത്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ ജീവിതം എന്ന് വെച്ചാൽ എന്താ? ലൈഫ്. വളരെ, വെരി, ലളിതം. ലളിതം എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അപ്പം ജീവിതം വളരെ ലളിതമാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ലൈഫ് ഈസ് വെരി സിമ്പിൾ. ജീവിതം വളരെ ലളിതമാണ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയത്? ഞാൻ പറഞ്ഞത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമ്മളിത് സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫാണ് സബ്ജക്റ്റ്. വെർബ് എന്താ? വെർബാണ് ഈസ്. അപ്പം ലൈഫ് ഈസ് വെരി സിമ്പിൾ. ജീവിതം വളരെ ലളിതമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഞാൻ പറഞ്ഞ ഒരു ജനറൽ ട്രൂത്തോ ഒരു ഫാക്റ്റ്, കാര്യം എപ്പം ഒരു റിയൽ ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് നമുക്കത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ലൈഫ് ഈസ് വെരി സിമ്പിൾ. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. അപ്പം ലൈഫാണ് സബ്ജക്റ്റ്, വെർബ് ഈസും ആണ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? തിങ്സ്. മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നൗ തിങ്സ് ആർ ചേഞ്ചിങ്. എഴുതിയാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. നൗ തിങ്സ് ആർ ചേഞ്ചിങ്. ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഏത് ഫോം യൂസ് ചെയ്തിട്ട് എഴുതി നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ഓർ, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. തിങ്സ്. അപ്പോൾ ഈ തിങ്സ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഇവർ തിങ്ങല്ല, തിങ്സ് ആണ്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ തിങ്സ്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ ഞാൻ ആർ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു സബ്ജക്റ്റിൻ്റെ കൂടെ ആം, ഈസ്, ഓർ, ആർ ഏതേലും ഒന്ന് നമ്മൾ സബ്ജക്റ്റിനോട് ചേർക്കണം. അപ്പോൾ ആം അല്ലെങ്കിൽ ഈസ് ഓർ ആർ. ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ആർ യൂസ് ചെയ്തു. കാര്യം ഇവിടെ ആം യൂസ് ചെയ്യാൻ പറ്റില്ല, ഈസും പറ്റില്ല. അപ്പോൾ എന്താ? നൗ തിങ്സ് ആർ യൂസ് ചെയ്തിട്ട് ചേഞ്ചിങ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. അപ്പോൾ ചേഞ്ചിൻ്റെ കൂടെ ഞാൻ ING യൂസ് ചെയ്തു. അപ്പോൾ ചേഞ്ചിങ് ആയി. അപ്പോൾ നൗ തിങ്സ് ആർ ചേഞ്ചിങ്. ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താ? സബ്ജക്റ്റ് എന്താണെന്ന്. തിങ്സ്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ആർ യൂസ് ചെയ്ത് എഴുതി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുറേ സ്വപ്നങ്ങൾ. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? എനിക്കെന്ന് വെച്ചാൽ ഒത്തിരി, മെനി. സ്വപ്നങ്ങൾ, ഡ്രീംസ്. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഐ ഹാവ് മെനി ഡ്രീംസ്. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് എഴുതിയത് എങ്ങനെയാണ്? ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇപ്പോൾ വെർബ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ഹാവ് യൂസ് ചെയ്തു. കാര്യം ഇവിടെ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ് ഐ. അപ്പോൾ ഹാവ് യൂസ് ചെയ്തിട്ട് ഞാൻ എഴുതി ഐ ഹാവ് മെനി ഡ്രീംസ്. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അപ്പം ഓർത്തിരിക്കുക സബ്ജക്റ്റ് പ്ലസ് വെർബ്. വെർബ് എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് നമുക്ക് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ, കാര്യം ഐ ആയതുകൊണ്ട്. അപ്പോൾ ഹാവ് യൂസ് ചെയ്തു. ഐ ഹാവ് മെനി ഡ്രീംസ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നമ്മുടെ സ്ഥിരമായ ഒരു ചിന്ത, ഫോർ റെഗുലർ തോട്ട്സ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു ഹാബിറ്റ്, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. കാര്യം ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഭാവി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ. ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ? തിങ്ക്. അപ്പം ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ എന്താ? നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ തിങ്ക്
ഐ തിങ്ക് എബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പം ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഐ തിങ്ക് എബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇത് യു ആണ്. നിങ്ങൾക്ക് ഇത് എ ആയിട്ട് തോന്നുമായിരിക്കും. യു ആണ്, ഇതും യു ആണ്. അപ്പം ഐ തിങ്ക് എബൌട്ട് ദ ഫ്യൂച്ചർ, ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എഴുതിയത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നോക്കി ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ സബ്ജക്റ്റ് എന്താ, ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ് സബ്ജക്റ്റ്. അപ്പം ഇവിടെ വെർബ് എന്ന് പറയുമ്പോൾ തിങ്ക് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം ഒബ്ജക്റ്റ് എന്താ, ഫ്യൂച്ചർ, ദ ഫ്യൂച്ചർ. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ തിങ്ക്, ഐ സബ്ജക്റ്റും. ഐ തിങ്ക് ഇതും ഒരു നിങ്ങൾക്ക് എബൌട്ടാണ്, ABOUT ആണ്. ഇത് എനിക്കൊന്ന് മഷി പടർന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട്. എബൌട്ട് ഒന്നും കൂടെ എഴുതാം, ABOUT എബൌട്ട്. അപ്പം ഐ തിങ്ക് എബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ, വെർബ് എന്ന് പറയുന്നത് തിങ്ക് ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഐ തിങ്ക് എബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ, അത് എന്നെ ദുഃഖിതനാക്കുന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് പറയുമ്പോൾ സ്ഥിരമായ ഒരു കാര്യം, ഒരു ഫീലിങ്സ്, അപ്പം എന്തെങ്കിലും ഒരു സ്ഥിരമായി ചെയ്യുന്ന കാര്യം, ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത്, സത്യസന്ധമായ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയാം. അപ്പം ഇതെന്താ, അതെന്നെ ദുഃഖിതനാക്കുന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം അതെന്ന് വെച്ചാൽ എന്താ, ഇറ്റ്. ദുഃഖം എന്ന് വെച്ചാൽ സാഡ്. അപ്പം എങ്ങനെ എഴുതാം, ഇറ്റ് മേക്സ് മീ സാഡ്. അപ്പം നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് SOR-ES ആഡ് ചെയ്തിട്ടും എഴുതാം, അല്ലെങ്കിൽ SOR-ES ആഡ് ചെയ്യാതെ എഴുതാം. അത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ഇറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇറ്റ്, ഇവിടെ വെർബ് എന്താ, മേക്ക്. അപ്പം ഇവിടെ നമ്മൾ S ആഡ് ചെയ്തു. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റും, വെർബ് എന്ന് പറഞ്ഞാൽ മേക്കാണ്. അപ്പോൾ നമ്മൾ S ആഡ് ചെയ്തപ്പോൾ മേക്സ് ആയി. അപ്പോൾ ഇറ്റ് മേക്സ് മീ സാഡ്. അപ്പോൾ അതെന്നെ ദുഃഖിതനാക്കുന്നു, ഇറ്റ് മേക്സ് മീ സാഡ്. അപ്പം നമ്മൾ പഠിച്ചായിരുന്നു എവിടെയൊക്കെയാണ് SOR-ES ചേർക്കേണ്ടതും ചേർക്കേണ്ടാത്തതും എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ പോയിന്റിൽ പഠിച്ചായിരുന്നു, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ S ചേർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ, കാര്യം അത് ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏജ് അങ്ങനെയൊക്കെയുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് വന്നാൽ നമുക്ക് SOR-ES ആഡ് ചെയ്യാം വെർബിൻ്റെ കൂടെ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പഠിച്ചത് എന്താ, നമ്മൾ ഐ, യു, വി, ഹാവ്. അപ്പം ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ ഐ ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിംഗുലറാണ് ഐ ആണെങ്കിൽ. പക്ഷേ വി ആകുമ്പം ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സ് ആവും അത്. അപ്പം പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഐ, വി, യു, പിന്നെന്താ ദേ, അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നാം ഓൾറെഡി പഠിച്ചതാണ് SOR-ES നമുക്ക് ആഡ് ചെയ്യണ്ട. പക്ഷേ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇവിടെ എന്ന് പറഞ്ഞാൽ ഹീ, ഷീ, ഇറ്റ്, എന്തെങ്കിലും തിങ്സ്, ഏജ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് SOR-ES ആഡ് ചെയ്യും. ഇത്ര ഓർത്തിച്ചത് മതി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഐ, വി, ദേ, യു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടം വന്നു കഴിഞ്ഞാൽ നമുക്ക് SOR-ES ആഡ് ചെയ്യേണ്ട. ഇത് ഓർത്തിച്ചിരുന്നാൽ മതി. അപ്പോൾ എങ്ങനെ അത് എന്നെ ദുഃഖിതനാക്കുന്നു, ഇറ്റ് മേക്സ് മീ സാഡ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു. അപ്പം ഇത് ഒരു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു, അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ ദിവസങ്ങൾ. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അപ്പം ദിവസം എന്ന് വെച്ചാൽ എന്താ, ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഡേയ്സ്, ദിവസം എന്ന് വെച്ചാൽ ഡേ. വേഗം എന്ന് വെച്ചാൽ എന്താ, വേഗം, ഫാസ്റ്റ്. പോകുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, പോകുക. ഗോ എന്ന് വെച്ചാൽ പോവുക. ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഡേയ്സ് ആർ ഗോയിങ് ഫാസ്റ്റ്. ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയാണ്, സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടെ എന്താ, നമ്മൾ ആറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആർ
പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഡേയ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ആർ എഴുതിയത്. കാരണം ഈസ് ആം, ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പോൾ ഈസ് ആം ആർ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ആർ യൂസ് ചെയ്തത് കാര്യം ഡേയ്സ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ദിവസങ്ങൾ. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ആറേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡേയ്സ് ആർ. വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നത് ഗോയാണ്. അപ്പോൾ ഗോയുടെ വെർബ് പ്ലസ് ING ഫോം, ഗോയുടെ കൂടെ ING യൂസ് ചെയ്തു. അപ്പോൾ ഡേയ്സ് ആർ ഗോയിങ്, ING യൂസ് ചെയ്തപ്പോൾ ഗോയിങ് ആയി. അപ്പോൾ ഡേയ്സ് ആർ ഗോയിങ് ഫാസ്റ്റ്, ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു. ഡേയ്സ് ആർ ഗോയിങ് ഫാസ്റ്റ്. ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എനിക്ക് സമയത്തെ നിർത്താൻ കഴിയുന്നില്ല. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പം ഒരു ജനറൽ ഫാക്റ്റോ ട്രൂത്തോ സത്യസന്ധമായ കാര്യം സ്ഥിരമായി ചെയ്യുന്ന കാര്യം ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇവിടെ എനിക്കെന്ന് പറയുമ്പോൾ എന്താ? ഐ, സമയം ടൈം, നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ്. കഴിയുന്നില്ല, കനോട്ട്. അപ്പോൾ എനിക്ക് സമയത്തെ നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? I cannot stop time. എനിക്ക് സമയത്തെ നിർത്താൻ കഴിയുന്നില്ല. കഴിയുന്നില്ല എന്ന് വെച്ചാൽ കനോട്ട്. സ്റ്റോപ്പ് ടൈം, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിർത്താൻ പറ്റുന്നില്ല. സ്റ്റോപ്പ് ടൈം സമയം. I cannot stop time, എനിക്ക് സമയത്തെ നിർത്താൻ കഴിയുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ എഴുതിയെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ I ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം കനോട്ട്, അപ്പോൾ കനോട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. കനോട്ട് സ്റ്റോപ്പ്. ഈ കനോട്ട് മാത്രമല്ല, കനോട്ട് സ്റ്റോപ്പ്, ഇത് ഒന്നിച്ചുള്ളതാണ് ഇവിടുത്തെ വെർബ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് എന്താ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എനിക്ക് സമയത്തെ നിർത്താൻ കഴിയുന്നില്ല. അപ്പം I cannot stop time. അപ്പം ഇത് ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ എൻ്റെ പഴയ കാലത്തെ ഓർക്കുന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പഴയ ഓരോ ഫീലിങ്സിനെ പറ്റി പറയാണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? എൻ്റെ എന്ന് പറഞ്ഞാൽ മൈ. പഴയ കാലം അല്ലെങ്കിൽ പണ്ടത്തെ കാലം, പാസ്റ്റ് എന്ന് പറയാം നമുക്ക്. ഓർക്കുക എന്ന് വെച്ചാൽ എന്താ? റിമെമ്പർ. അപ്പം ഞാൻ എൻ്റെ പഴയ കാലത്തെ ഓർക്കുന്നു. I remember my past. ഞാൻ എൻ്റെ പഴയ കാലത്തെ ഓർക്കുന്നു. അപ്പം ഇത് നമ്മളെങ്ങനെ എഴുതിയത്? ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ എഴുതിയത് സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പം നമ്മൾ പഠിച്ചായിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആവുമ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് S or ES ആഡ് ചെയ്തും എഴുതാം, ആഡ് ചെയ്യാതെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ S or ES ആഡ് ചെയ്തിട്ടില്ല. കാര്യം ഇവിടുത്തെ വെർബ് എന്താ? റിമെമ്പർ ആണ് വെർബ്. സബ്ജക്റ്റ് I ആയതുകൊണ്ടാണ് ഇവിടെ S or ES ആഡ് ചെയ്യാൻ. നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ I, you, we, they ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വരുമ്പോൾ നമുക്ക് S or ES ആഡ് ചെയ്യേണ്ട. എവിടെ ആഡ് ചെയ്യേണ്ട? ഹീ, ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് ഈ സ്ഥലത്ത് ഹീ, ഷീ, ഇറ്റ്, ഏജ്. നമ്മൾ ഏജിനെ പറ്റി പഠിച്ചായിരുന്നല്ലോ കുറച്ച് മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ S or ES ആഡ് ചെയ്യാം. ഇവിടെ I ആയതുകൊണ്ടാണ് ഞാനിവിടെ S or ES ആഡ് ചെയ്യാൻ. കാര്യം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് S or ES ആഡ് ചെയ്യേണ്ട നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ പഴയ കാലത്തെ ഓർക്കുന്നു. I remember my past. ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഓർമ്മകൾ എന്നെ ദുഃഖിതനാക്കുന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറീസ്. എന്നെ, മീ എന്ന് പറയുമ്പോൾ മീ എന്ന് പറയാം. അല്ലെങ്കിൽ ദുഃഖിതനാക്കുന്നു, ദുഃഖം എന്ന് വെച്ചാൽ എന്താ? സാഡ്. അപ്പം ഓർമ്മകൾ എന്നെ ദുഃഖിതനാക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മെമ്മറീസ് മേക്ക് മീ സാഡ്. അപ്പോൾ സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം. മെമ്മറീസ് മേക്ക് മീ സാഡ്. ഓർമ്മകൾ എന്നെ ദുഃഖിതനാക്കുന്നു. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് എഴുതിയത്? അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഓൾറെഡി ഈ സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം മെമ്മറീസ് മേക്ക് മീ സാഡ്. അപ്പം
സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? മെമ്മറീസ്. മെമ്മറീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പം വെർബ് എന്താ? മേക്ക്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാതെ എഴുതി. മെമ്മറീസ് മേക്ക് മീ സാഡ്. മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ചായിരുന്നു, ഓൾറെഡി പഠിച്ച കാര്യമാണ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാതെ എഴുതാം. ചെയ്യാതെ എഴുതിയത് എന്താ? ഇത് മെമ്മറീസ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഓർമ്മകൾ എന്നെ ദുഃഖിതനാക്കുന്നു. മെമ്മറീസ് മേക്ക് മീ സാഡ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എനിക്ക് വളരെ ഏകാന്തത തോന്നുന്നു. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഫീലിങ്സിനെ പറ്റി പറയുകയാണിത്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം എനിക്കെന്ന് വെച്ചാൽ എന്താ? എനിക്ക് വളരെ എന്ന് വെച്ചാൽ വെരി. ഏകാന്തത എന്ന് പറഞ്ഞാൽ ലോൺലി. തോന്നുകയുടെ മീനിങ് എന്താ? ഫീൽ. അപ്പം എനിക്ക് വളരെ ഏകാന്തത തോന്നുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഫീൽ വെരി സാഡ്. ഐ ഫീൽ വെരി സാഡ്. എനിക്ക് വളരെ ഏകാന്തത തോന്നുന്നു. അപ്പം ഇത് നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അടുത്ത സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീലാണ് വെർബ്. അപ്പം ഇവിടെ ഐ ഫീൽ വെരി സാഡ്. സബ്ജക്റ്റ് പ്ലസ് വെർബ്. നമ്മൾ എസ് ഓർ ഇ എസ് ഒന്നും ആഡ് ചെയ്തില്ല. കാര്യം എന്താ? ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ എസ് ഓർ ഇ എസ് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ ഐ ഫീൽ വെരി സാഡ്. എനിക്ക് വളരെ ഏകാന്തത തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ 18th പോയിന്റ് എന്താ? എനിക്ക് എൻ്റെ ബാല്യം വേണം. അപ്പം ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇതൊരു ഫീലിങ്സിനെ പറയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റെഗുലർ ഹാബിറ്റ്സ്, ഫീലിങ്സ്, ജനറൽ ട്രൂത്ത്, ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരും. അപ്പം എനിക്ക് എൻ്റെ ബാല്യം വേണം. എങ്ങനെ എഴുതാം? എനിക്ക് എൻ്റെ. അപ്പം നമുക്ക് എനിക്ക് എൻ്റെ മൈ. അപ്പോൾ എനിക്ക് എൻ്റെ എന്നൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്കെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ എന്ന് പറയുമ്പോൾ മൈ. ബാല്യം എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ്. വേണം, വാണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ വാണ്ട് മൈ ചൈൽഡ്ഹുഡ്. എനിക്ക് എൻ്റെ ബാല്യം വേണം. ഐ വാണ്ട് മൈ ചൈൽഡ്ഹുഡ്. ഇത് സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് വാണ്ട്. അപ്പം ഐ വാണ്ട് മൈ ചൈൽഡ്ഹുഡ്. നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ 19th പോയിന്റ് എന്താ? പക്ഷേ സമയം ഒരിക്കലും തിരികെ വരില്ല. ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പക്ഷേ, ബട്ട്, സമയം ടൈം, ഒരിക്കലും നെവർ, തിരികെ വരില്ല റിട്ടേൺ. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാം? ബട്ട് ടൈം നെവർ റിട്ടേൺസ്. പക്ഷേ സമയം ഒരിക്കലും തിരികെ വരില്ല. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ പഠിച്ചാലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീ, ഷീ, ഇറ്റ്, ടൈം, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്താ? റിട്ടേൺ. അപ്പം നമ്മൾ ഇവിടെ എസ് ആഡ് ചെയ്തു, റിട്ടേൺസ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ട് എഴുതിയൊരു സെൻറ്റൻസാണിത്. അപ്പോൾ ബട്ട് ടൈം നെവർ റിട്ടേൺസ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഐ, ഷീ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഐയും ഷീയും ഇറ്റും ടൈം ഇതൊക്കെ ഒരു തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വെർബിൻ്റെ കൂടെ ഞാൻ എസ് ആഡ് ചെയ്തത്. അപ്പം ബട്ട് ടൈം നെവർ റിട്ടേൺസ്. പക്ഷേ സമയം ഒരിക്കലും തിരികെ വരില്ല. ബട്ട് ടൈം നെവർ റിട്ടേൺസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ലാസ്റ്റ് പോയിൻ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, ഞാൻ എൻ്റെ വയസ്സ് അംഗീകരിക്കുന്നു. ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ വയസ്സ്, മൈ ഏജ്, അംഗീകരിക്കുക, അക്സെപ്റ്റ്. അപ്പം എങ്ങനെ എഴുതാം? ഐ അക്സെപ്റ്റ് മൈ ഏജ്. ഞാൻ എൻ്റെ വയസ്സ് അംഗീകരിക്കുന്നു. ഐ അക്സെപ്റ്റ് മൈ ഏജ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം വെർബ് എന്താ? ഇവിടെ നമുക്ക് നോക്കാം വെർബ് എന്താണെന്ന്. അക്സെപ്റ്റ് ആണ് ഇവിടുത്തെ വെർബ്. ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബാണ് ഇവിടുത്തെ. അപ്പം എങ്ങനെ നമുക്ക് പഠിക്കേണ്ടത്? ഇതെങ്ങനെ നമ്മൾ എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ
വെർബ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇവിടെ അക്സെപ്റ്റ് വന്നു. അപ്പം എസ് ഓർ ഇ എസ് ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഐ, വി, യു, ദേ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നാൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ട. ഹി, ഷീ, ഇറ്റ്, ടൈം അങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നാൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഐ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തില്ല, അക്സെപ്റ്റ് എന്ന് മാത്രമേ എഴുതിയുള്ളൂ വെർബ്. ഐ അക്സെപ്റ്റ് മൈ ഏജ്. അപ്പം ഞാൻ എൻ്റെ വയസ്സ് അംഗീകരിക്കുന്നു. ഐ അക്സെപ്റ്റ് മൈ ഏജ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു പുതിയ ക്ലാസ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.